വെക്കേഷനായിട്ട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? കാശ്മീരോ മലേഷ്യയോ സിംഗപ്പൂരോ ഒക്കെയാണോ? എന്നാൽ ഞാൻ പോയത് വലിയ ഒരു കുന്നിന്റെ മുകളിലേക്കാണ്. കൊച്ചമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ആ വലിയ കുന്നിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന വലിയ ബിൽഡിംഗ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഏതാണ് ഈ ബിൽഡിംഗ്? ആർക്കെങ്കിലും ഊഹിക്കാമോ? ഇതാണ് നമ്മുടെ ശോഭ സിറ്റി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വിലങ്ങൻ കുന്നിലാണ്. അമലക്കടുത്തുള്ള വിലങ്ങൻ ഹിൽസിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇവിടെ വളരെ മനോഹരമായി കളിക്കൊന്ന് പൂത്തിരിക്കുന്നു. വിലങ്ങൻ കുന്നിലെ വാച്ച് ടവറിൽ നിന്ന് നോക്കുമ്പോൾ പുത്തൻ പള്ളിയും ലൂർദ് പള്ളിയും മറ്റും കാണാൻ സാധിക്കും. അതുപോലെ ഒരുപാട് പാടശേഖരങ്ങളും. നല്ല ഒരു കാറ്റുണ്ടാവും ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സായാഹ്നം ഇവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കും. പല യുവമിഥുനങ്ങളും പോകുന്നത് പോലെ എന്റെ കൊച്ചമ്മയും കൊച്ചച്ഛനും കൂടി മുന്നിൽ ഇരുന്ന് പോകുന്നത് കണ്ടോ? ഇവർ യുവമിഥുനങ്ങളൊന്നും തന്നെയല്ല, മധ്യവയസ്കരാണ്. അവരെന്ത് കരുതി കാണും എന്നോ എനിക്കറിയില്ല. ഇവിടെ ഈ കുട്ടി കണ്ടോ, വലിയ ഒരു മാങ്ങ എടുത്ത് എനിക്ക് തിന്നാതെ കഴിക്കുന്നു. കിഡ്സ് പാർക്ക് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് വന്നിരുന്ന് കളിക്കാനും മറ്റും പറ്റും. കുറച്ചു നേരം ഞാനും ഊഞ്ഞാലാടിയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വളരെ ലേറ്റ് ആയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ വിജനമായിരുന്നു. ഞങ്ങൾ വരുന്നതോടുകൂടി തന്നെ ആളുകളെല്ലാം ഇവിടെ നിന്ന് പോയി. ഞങ്ങൾ 5:45 ഇവിടെ എത്തിച്ചേർന്നത്. കറക്റ്റ് 6:30 വരെ മാത്രമാണ് ഇവിടെ പ്രവേശനം അനുവദിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായും 9 മണിക്കും 6 മണിക്കും ഇടയിൽ വരാൻ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫുഡ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ഐസ്ക്രീം, ചായ, മറ്റു സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. നല്ല ഒരു സായാഹ്നം, സൺസെറ്റ് അവയെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ വളരെ മനോഹരമായ ആ ഒരു സായാഹ്നം വിലങ്ങൻ കുന്നിൽ ആഘോഷിച്ചു. മറ്റൊരു കാര്യം പറയാനുള്ളത്, അവിടേക്ക് വരുന്ന വഴി തീർത്തും ദുർഘടം പിടിച്ചത് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ കണ്ടോ, കുറെ ആദിവാസി മനുഷ്യരെ കൊത്തിവെച്ചിരിക്കുന്നു കല്ലിൽ. അതുപോലെ തന്നെ മറ്റൊരു പീരങ്കിയും നമുക്ക് തൊട്ടടുത്തായി കാണാൻ സാധിക്കും. ആ പീരങ്കിയെ വലം വെച്ച് നടക്കുന്ന കൊച്ചമ്മയെ കണ്ടോ? അയ്യോ, വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ? എന്തായാലും ഇങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കൊച്ചാക്കുന്നില്ല. ഇവിടെ കുറെ കൽക്കെട്ടുകൾ കണ്ടു. ഇതേതോ പുതിയ പഴയ എന്തോ ഒരു ഇതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൽക്കെട്ടാണെന്ന് തോന്നുന്നു. കൂടുതൽ അറിയാൻ കൗതുകമുള്ളവർ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം. എനിക്ക് സെർച്ച് ചെയ്യാനുള്ള ടൈമില്ല, അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്യുന്നില്ല. അങ്ങനെ ഫുഡ് കൗണ്ടറിൽ പോയി ഒരു ഐസ്ക്രീം കൊച്ചമ്മയും കൊച്ചച്ഛനും കൂടി മേടിച്ചു തന്നു. അതെല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പോവാണ്. എല്ലാവരും പോയി.